അടാ മോന, ഇപ്രാവശ്യം ജി തൃശ്ശൂരിൽ ജയിക്കും. കുറെ പ്രാവശ്യം നിങ്ങളോടൊക്കെ ചോദിച്ച് നടന്നതാ ജി. തൃശ്ശൂർ എനിക്ക് തരുമോ, ഇത് ഞാൻ എടുക്കട്ടെ, ഇതെനിക്ക് വേണമെന്നൊക്കെ ഒരുപാട് പ്രാവശ്യം കെഞ്ചി കെഞ്ചി കെണിഞ്ഞ് ചോദിച്ചിട്ടാണ് നമ്മുടെ ജി. പക്ഷെ ഇപ്രാവശ്യം ജി അങ്ങോട്ട് പൊക്കും മക്കളെ തൃശ്ശൂര്. കണ്ടോ നീയൊക്കെ? ഒരാള് രാത്രി നല്ലോണം കിടന്നുറങ്ങിന്ന് വെച്ചോ, ഭക്ഷണം കഴിച്ചിട്ടില്ല അയാള്. ഭക്ഷണം കഴിക്കാത്ത ഒരാള് നല്ല രീതിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുക. അങ്ങനത്തെ ഒരാളെ തട്ടിയിടിച്ച് എണീച്ചിട്ട് എടാ മോനെ എടാ എണ്ണീക്കണമെന്നൊക്കെ പറഞ്ഞ അയാളെ ഉണർത്തിയിട്ട് ചോറില്ല നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ഇപ്രാവശ്യത്തെ BJP ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ നടന്നിരുന്ന അങ്ങനെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മതേതര ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്രേ, വർഗീയതക്കെതിരെ BJPന്റെ ടീംസ് വർഗീയതക്കെതിരെ വേണ്ടിയിട്ടാണ് അത്രേ. അങ്ങനത്തെ അനൗൺസ്മെന്റ് ഒക്കെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ല, ഞാൻ കോഴിക്കോടുള്ള ഒരാളാണ്, അപ്പൊ ഈ മേഖലയിലൊക്കെ അങ്ങനെയാണ് കേട്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ കേരളത്തിലെ ഒരു പ്രത്യേകതര സംഖ്യകളായിരിക്കാം, അങ്ങനെയും കണക്കാക്കാം. അപ്പൊ ജീന്റെ കാര്യത്തിലേക്ക് രണ്ടാമത് വരുമ്പം സുരുജീന്റെ അടുത്തേക്ക് രണ്ടാമത് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കൂടി തൃശ്ശൂർ കിട്ടിയിട്ടില്ലെങ്കിൽ ജിക്ക് അരുതാത്തതെങ്കിലും സംഭവിച്ചു പോവുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. കാരണം ഒരുപാട് പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ഇതെനിക്ക് തരുമോ, ഇത് ഞാൻ എടുക്കട്ടെ, ഇതെനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജി കരഞ്ഞ് മെഴുകി നടന്നിട്ടുള്ളതായിരുന്നു. അപ്പം ഇപ്രാവശ്യം കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ അതേ ഞാൻ പറഞ്ഞത് മെന്റലായി പോവോ, അല്ലെങ്കിൽ ഈ മാനസികമായിട്ട് എന്തെങ്കിലും ചെറിയൊരു തകരാറ് വന്നു പോവോ എന്നുള്ളതൊക്കെ. കാരണം ഒരുപാട് സാധനങ്ങൾ ഉദാഹരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ എന്താ പറയാ, മാതാവിന് കിരീടം ചാർത്തലും, അതല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ പോയി ഇരുന്നുങ്ങാണ്ട് നോമ്പ് കഞ്ഞി കുടിക്കലും, മീൻചാപ്പയിൽ പോയിങ്ങാണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മേഖലയിൽ തൊഴിലാളികളുടെ മേഖലയിലൊക്കെ പോയിട്ട് അവരായി നിന്നുങ്ങാണ്ട് സഹകരിച്ച് പണിയെടുത്ത് ഒരു ദിവസം മൊത്തം അധ്വാനിക്കലും, പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പിന്റെ പല പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നടത്തലും, പിന്നെ തെരഞ്ഞെടുപ്പിന് കുറെ മുമ്പ് തന്നെ ജി നടന്ന് മെഴുകി കതച്ച് പഴമൊക്കെ തിന്നുങ്ങാണ്ട് കതച്ച് വരാൻ നടന്നതും എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇനി ഇപ്പോഴും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ കോമഡീസ് ആണ് അതൊക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPന്റെ ആളുകൾ ഈ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തു പോയിരുന്ന ഒരു സമയത്ത് ഈ ടീംസ് ഒക്കെ ഈ രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടേന്. ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, ഇവന്മാർ അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ലെന്ന് എനിക്കറിയാം. ഇതൊക്കെ ഈ രീതിയിൽ എന്താ പറയുക, ഒരു ധ്രുവീകരണമാണ് നടക്കുന്നത്. ഇപ്പൊ ഈ കമന്റ് ബോക്സിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം മതം പറച്ചിലുണ്ടല്ലോ, അതായത് ഏതെങ്കിലും ഒരു മതത്തിനെ പറയും, അപ്പം മറ്റേ മതക്കാരൻ വന്നുകൊണ്ട് മതം അങ്ങനെയാണ് മതം അങ്ങനെയാണെന്നൊക്കെ പറയാം. പിന്നെ അവിടെ വലിയൊരു പ്രശ്നമായി. അപ്പം ആ മതത്തിൽപ്പെട്ട ആളുകൾ ഇതിങ്ങനെ നോക്കും, എന്നിട്ട് വിലയിരുത്തും ഇതെങ്ങനെയാണ്, അതല്ലെങ്കിൽ ഈ സംഖ്യകൾ മൊത്തം എങ്ങനെയാണ്, ജിഹാദികളാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നിട്ട് അത് ഒരു ഇതാണ്. ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെയാണ് സംഖ്യകളും അതല്ലെങ്കിൽ സുഡാപ്പികളും ഇപ്പം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, ഒരു 7-8 കൊല്ലത്തിന്റെ അടുക്ക് ഉറപ്പായിട്ടും ഈ കേരളമൊക്കെ BJPന്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇപ്രാവശ്യം ഈ കേന്ദ്രത്തിൽ കോൺഗ്രസ് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും ആർക്കും വേണ്ട. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഏതെന്നാലും ജീന്റെ കാര്യം ഭയങ്കര പരിതാപകരമാണ്, സഹതാപമാണ് അയാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഒരു പ്രാവശ്യം ജയിക്കണം, ജയിച്ചിട്ട് എന്നിട്ട് നമ്മുടെ ജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കുറച്ച് കിട്ടാനുണ്ട്. ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഈ പ്രഹസനങ്ങളൊന്നും ആയിരിക്കൂലോ. ഇതിപ്പം ഈ കേന്ദ്രത്തിൽ എന്തൊക്കെ നടക്കണമെന്ന് എല്ലാവർക്കും അറിയാലോ, ഏതൊക്കെ രീതിയിലാണ് നടക്കണമെന്നുള്ളൂ. ഇന്ത്യന്റെ GDP വളർന്ന് പന്തലിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അദാനിന്റെ അംബാനിന്റെ എന്ന് പറയാനുള്ള ഇത്തരക്കാർക്ക് ഭയങ്കര മടിയുണ്ട്. അതാണ് വലിയൊരു പ്രശ്നം. ഏതെന്നാലും നല്ലത് മാത്രം ജിക്ക് ഉണ്ടാവട്ടെ, ഇപ്രാവശ്യങ്ങളും തൃശ്ശൂർ കിട്ടട്ടെ, അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അരുതാത്തത് മീൻസ് ജിക്ക് മെന്റലി എന്തെങ്കിലും തകരാറ് വന്നു പോരുതേ എന്ന് മാത്രം.